വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. 10th ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ചാപ്റ്റർ 2 ആയിട്ടുള്ള ഇൻ ദ ആറ്റിക് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ മുഴുവനും വളരെ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇൻ ദ ആറ്റിക് ഒരു സ്റ്റോറിയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്ന വാഡിസ്വാവ് സ്പിൽമൻ ആണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ദ പിയാനിസ്റ്റ് എന്ന ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻ ദ ആറ്റിക്. ദ പിയാനിസ്റ്റ് എന്ന ഓട്ടോബയോഗ്രഫിയിലെ ഒരു പാർട്ട്, ഒരു ഭാഗമാണ് ഇൻ ദ ആറ്റിക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഡയറക്റ്റായ ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ കഥയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. സെപ്റ്റംബർ 1, 1939 ജർമ്മനിയിലെ നാസികൾ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലാണ് ഈ അറ്റാക്ക് നടന്നത്. നാസി അല്ലെങ്കിൽ ജർമ്മൻ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നതല്ല. പോളണ്ട് അതിനൊന്നും ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല, ഒട്ടും റെഡി ആയിരുന്നതുമല്ല. അവർ അങ്ങനെ ഒരു വാർ പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ ആ ഒരു യുദ്ധം ഉണ്ടാവുന്നു. ഈ നാസികളുടെ ജർമ്മൻകാരുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ജ്യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ ജൂതന്മാരായിരുന്നു. പോളണ്ടിൽ ജൂതന്മാരുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുതലുമായിരുന്നു. ഇതാണ് നമ്മുടെ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഏറ്റവും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ ഓഥറായിട്ടുള്ള സ്പിൽമാൻ. സ്പിൽമാൻ ഒരു പോളണ്ടുകാരനാണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന നമ്മുടെ സ്പിൽമനിനെ ഒരു ജർമ്മൻ ആർമി ഉദ്യോഗസ്ഥൻ കാണുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ തുടക്കം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് ഓഥറിനെ പരിചയപ്പെടാം. ഇത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ ആറ്റിക്, വാഡിസ്വാവ് സ്പിൽമൻ. സ്പിൽമൻ്റെ കാലഘട്ടം 1911 മുതൽ 2000 വരെയാണ്. ഹി വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. അദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ കമ്പോസർ കൂടിയാണ്. ഹിസ് മെമ്മോർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. ദ ബുക്ക് വാസ് അഡോപ്റ്റഡ് ഇൻ ടു എ ഫിലിം ബൈ റോമൻ പോളൻസ്കി ഇൻ 2002. അദ്ദേഹത്തിൻ്റെ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്തത് 1946 ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിനെ ബേസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് 2002 ഒരു ഫിലിം ഉണ്ടാവുകയും ചെയ്തു. സ്പിൽസ്മാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ് ഇൻക്ലൂഡിംഗ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്ട്രോസ്. സ്പിൽമാൻ ഏകദേശം 500-ലധികം വർക്കുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഇൻ ദ ആറ്റിക്. എന്താണ് ആറ്റിക്? ആറ്റിക് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തട്ടിൻ മുകള് അല്ലെങ്കിൽ മച്ചിൻ മുകള് ഒക്കെയാണ് ആറ്റിക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളോടെ നോക്കിയിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. എവരി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ലീവ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാ മനുഷ്യന്മാർക്കും എന്താണ്? അവകാശമുണ്ട്, അല്ലെങ്കിൽ അർഹതയുണ്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടി. ഡിഗ്നിറ്റിയോടുകൂടി, മാന്യതയോടുകൂടി ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഒരു മാനവിക അവകാശമാണ്. ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുക അതെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ റൈറ്റ് ആണ്. ബട്ട് ഇൻ ദ വേൾഡ് വി ലീവ് ഇൻ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദീസ് ബേസിക് റൈറ്റ്സ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മില്യൺ കണക്കിന് ആളുകൾക്ക് ഈ ബേസിക് റൈറ്റ് അല്ലെങ്കിൽ ഈ ഹ്യൂമൻ റൈറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. മറിച്ച് അവർക്ക് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഡിനേ ചെയ്യപ്പെടുകയാണ്. വാഡിസ്വാവ് സ്പിൽമൻ, എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ, വാസ് എ പോളിഷ് ജ്യൂ. നമ്മുടെ ഓഥറായിട്ടുള്ള നമ്മുടെ സ്പിൽമൻ ഒരു പിയാനിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു കമ്പോസറാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോളിഷ് ജ്യൂ ആണ്. അതായത് ഇദ്ദേഹം ഒരു പോളണ്ടുകാരനാണ്, അത് മാത്രമല്ല ഇദ്ദേഹം ഒരു ജൂതൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ
ജൂതന്മാരെയെല്ലാം തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു വാറിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അത് ഇച്ചിരി കഠിനം തന്നെയായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ദ ഗെറ്റോ, എ ഡിസ്മൽ പ്ലേസ് മെന്റ് ഫോർ ജ്യൂസ് എലോൺ ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. അങ്ങനെ ഈ രണ്ടാം വേൾഡ് വാർ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇദ്ദേഹം ഏത് സ്ഥലത്താണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ജീവിക്കാനാണ് നിർബന്ധിതനായത്? ഗെറ്റോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ കൂടുതലും ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഈ യഹൂദന്മാരെല്ലാവരും കൂടിച്ചേർന്ന് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ കൂടുതലും അവരാൽ നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഈ ജൂതന്മാരെല്ലാവരും കൂടെ കൂട്ടായി താമസിക്കുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ ഗെറ്റോ എന്ന് പറയുന്നത്. ആ പ്ലേസ് ഒരു ഡിസ്മൽ പ്ലേസ് ആണ്. ഡിസ്മൽ പ്ലേസ് എന്ന് പറയുന്ന അത്ര ഹാപ്പിനെസ്സിനെ ഒന്നും അല്ല കാണിക്കുന്നത്, കൂടുതലും ഇരുണ്ട. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇവരെല്ലാം എന്താണ്, നിർബന്ധിതരാവുകയാണ്. ഈ വാറിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ജീവിക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാവുകയാണ്. അങ്ങനെ ഇദ്ദേഹവും ഈ ഗെറ്റോയിൽ താമസിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ ജ്യൂസ് വെയർ ദെൻ സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് വെയർ ദേ വെയർ ടോർച്ചേർഡ്. അങ്ങനെ അവിടെയുള്ള അധികം ആളുകളെയും ഈ നാസി ജർമ്മൻ ആളുകൾ പിടിച്ചെടുക്കുകയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവിടെ അവർ ഒരുപാട് ടോർച്ചറുകൾ, പീഡനങ്ങൾ നേരിടുകയും ചെയ്യുന്നു. ആൻഡ് ദെൻ ടു ഗ്യാസ് ചേമ്പേഴ്സ് വേർ ദേ വെയർ കിൽഡ് ഇൻ മസ്. അതിനുശേഷം ഇവരെ എന്ത് ചെയ്യും? ഗ്യാസ് ചേമ്പറുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇവരെ ഒരു കൂട്ടമായിട്ടുള്ള ആളുകൾ ഒരുമിച്ചൊരു കൂട്ടമായിട്ട് ഇവരെ കൊല്ലുകയും ചെയ്യുന്നു. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. നമുക്കിനി സ്പിൽമനിൻ്റെ ആ ഒരു കഥയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ യുദ്ധം നടക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ സ്പിൽമൻ ശ്രമിക്കുന്നതിൻ്റെ കഥയിലേക്ക് നമുക്കിനി കടക്കാം. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സഹിച്ചതെന്നും ഒക്കെ നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. സ്റ്റോർ റൂമിൻ്റെ ഒരു ചെറിയ സ്മോൾ സ്റ്റോർ റൂമിൻ്റെ ഡോറിനോട് ചേർന്ന് ഇദ്ദേഹം ഒരു കസാരയിൽ ചാരിയിരിക്കുകയാണ്. ചാരിയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചാരിയിരിക്കുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. അപ്പോൾ ഇവിടെ സ്പിൽമാൻ ആ കസാരയിൽ ചാരിയിരുന്ന് ഒരാളോട് പറയുകയാണ്, ഡു വാട്ട് യു ലൈക്ക് ടു മീ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ചെയ്തോളൂ എന്ന് പറയുകയാണ്. ഇദ്ദേഹം അത് എങ്ങനെയാണ് പറയുന്നത്? വളരെ കഷ്ടപ്പെട്ട് വിറ്റി വിറച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്താണ്, ഞാൻ ഇവിടെ നിന്ന് മാറാൻ പോകുന്നില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ടു ഡു എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് ഓഫീസർ തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നും ചെയ്യാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അപ്പം നമുക്കറിയാം നമ്മുടെ സ്പിൽമൻ ഒരു ജൂതനാണ്, ഒരു പോളണ്ടുകാരനാണ്. അപ്പം ജർമ്മൻ ഓഫീസേഴ്സ് ആര് കണ്ടാലും ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്താമെന്നുള്ളൊരു പേടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു ജർമ്മൻ സോൾജിയർ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നതും ഇദ്ദേഹവുമായിട്ട് ഈ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അതിനുശേഷം ആ ഓഫീസർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ ജോലി എന്താണ്? ഐ എം എ പിയാനിസ്റ്റ്. അപ്പം നമ്മുടെ സ്പിൽമാൻ എന്ത് പറഞ്ഞു? ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പം അദ്ദേഹം ഈ ജർമ്മൻ സോൾജിയർ എന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടൊന്ന് നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദ അതർ റൂം. അപ്പം ഞാനീ ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓതറി ഒളിച്ചിരിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് പെട്ടെന്ന് ഈ സോൾജിയറിൻ്റെ നോട്ടം മാറി, അല്ലെങ്കിൽ അങ്ങോട്ട് അയാൾ നോട്ടാനായിട്ട് തുടങ്ങി. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ ഈ സോൾജിയറിൻ്റെ ഉള്ളിൽ വന്നതായിട്ട് നമ്മുടെ സ്പിൽമന് തോന്നി. കം വിത്ത് മീ വിൽ യു, നീ എൻ്റെ കൂടെ വരുവോ എന്നാരാ ചോദിച്ചത്? നമ്മുടെ ജർമ്മൻ ഓഫീസർ ചോദിച്ചു. We went into the next room where a piano stood by the wall. The officer pointed to the instrument. Play something. അങ്ങനെ അവർ അടുത്ത റൂമിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഭിത്തിയോട് ചേർന്ന് ഒരു പിയാനോ ഇരിപ്പുണ്ടായിരുന്നു. ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക്, ആ പിയാനോയിലേക്ക് ചൂണ്ടിയിട്ടാണിച്ച് നമ്മുടെ സോൾജിയർ പറഞ്ഞു, നമ്മുടെ ജർമ്മൻ ഓഫീസർ പറഞ്ഞു, എന്തെങ്കിലും നീ ഒന്ന് വായിക്കേ. അദ്ദേഹത്തിന് അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ഓർക്കേണ്ടത് എന്താണ്, നമ്മുടെ സ്പിൽമൻ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ജർമ്മൻ ഓഫീസർ വന്നിട്ട് ആ പിയാനോ ഒന്ന് പ്ലേ ചെയ്തേ, ഞാനൊന്ന് കേട്ടട്ടെ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പുറത്തെന്താണ് വലിയ യുദ്ധം നടക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിനോട് വായിക്കാനായിട്ട് പറയുന്നത്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പോൾ സ്പിൽമാൻ ഇങ്ങനെ എന്തോ അന്വേഷിക്കുന്ന പോലെ ഇദ്ദേഹത്തെ ഒന്ന് നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല, അനങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറൻ്റ്ലി, ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. ഈ പട്ടാളക്കാരന് സ്പിൽമാൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭയം എന്താണ് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജർമ്മൻ ഓഫീസർ എന്ത് ചെയ്തു, ഒന്നും കൂടെ റീഅഷ്യൂർ ചെയ്തു. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. എന്താണ്, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ, നീ പേടിക്കൊന്നും വേണ്ട, നീ പിയാനോ വായിച്ചുള്ളൂ. അത് മാത്രമല്ല, അപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ലാഡറിൽ ഒളിക്കാം. ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്റ്റോറേജ് സ്പേസ്, സ്റ്റോർ റൂമിൽ ഒളിക്കാം എന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം, ഈ ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കിയതാണ് എന്ന് പറഞ്ഞോളാം എന്നും കൂടെ നമ്മുടെ ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പിൽമനോട് പറയുകയാണ്. When I placed my fingers on the keyboard, they shook. I had been practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt, and I had not cut my nails for some weeks. അപ്പം ഞാൻ എൻ്റെ വിരലുകൾ ആ കീബോർഡിൽ വെച്ചപ്പോൾ എൻ്റെ വിരലുകളൊന്ന് വിറച്ചു, അല്ലെങ്കിൽ ഒന്ന് അനങ്ങി. ഞാനൊരു 2.5 വർഷക്കാലമായിട്ട് ഈ കീബോർഡ് പ്രാക്ടീസ് ചെയ്യുകയോ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കൈയെന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സ്റ്റിഫായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ, തിക്ക് ലെയർ ഓഫ് ഡേർട്ട്, ചെളി കൊണ്ട് കട്ടിയായിട്ടുള്ള ഒരു ലെയർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കൈയൊക്കെ അത്ര വൃത്തികേടായി, അത്ര ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്നാ, ഇദ്ദേഹത്തിൻ്റെ നഖങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരുപാട് ആഴ്ചകളായി. അതുകൊണ്ട് കൈ കാണാനൊന്നും ഒരു വൃത്തിയുമില്ല. ഇതിലൂടെയൊക്കെ നമ്മുടെ സ്പിൽമൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ടതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഐ പ്ലേഡ് ചോപ്പിൻസ് നട്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ഈ ചോപ്പിൻ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ നോട്ട് ആണ് ഇവിടെ ഇദ്ദേഹം വായിച്ചത്. നട്ടേൺ എന്ന് പറയുന്നത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു നൈറ്റ്, അല്ലെങ്കിൽ ഇരുട്ട്, രാത്രിയൊക്കെയാണ്. രാത്രിയോടൊക്കെ റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, രാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിക്കൽ നോട്ടാണ് ഇദ്ദേഹം വായിച്ചത്. അതൊരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ നോട്ടാണ് ഇദ്ദേഹം വായിച്ചത്. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് എറി. ഇദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്താണ്, വളരെയധികം നിശബ്ദമായി, വളരെ ഗ്ലൂമിയായി, അതുപോലെ തന്നെ വളരെ ഭയാനകവുമായിരുന്നു ആ ഒരു ഇരുട്ടും ആ ഒരു നിശബ്ദതയുമല്ല. ഐ ഹാഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു വെടി ഉതിർക്കുന്ന ശബ്ദം കേട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ഹാർഷായിട്ടുള്ള, വളരെ പരുക്കനായിട്ടുള്ള ഒരു ജർമ്മൻ്റെ ഒച്ച കൂടി കേട്ടു. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. After a while he sighed and muttered, all the same, you should not stay here. I will take you out of the city to a village. You will be safer there. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദീർഘശ്വാസം, ഒരു നെടുവീർപ്പ് ഇട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചെറിയ പിറുപിറുട്ടുന്ന രീതിയിൽ പറഞ്ഞു. എന്താണ് സോൾജിയർ പറഞ്ഞത്? എല്ലാവരും സെയിം ആണ്, എല്ലാവരും ഒരുപോലെയാണ്. അല്ലാതെ ഞാനൊരു ജർമ്മൻകാരനാണെന്നോ നീ ഒരു പോളണ്ടുകാരനാണെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യരും, എല്ലാ ഹ്യൂമൻ ബീങ്സും എന്താണ്, സെയിം ആണ്. നീ പക്ഷേ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ നിന്നെ ഈ സിറ്റിയിൽ നിന്ന് ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോകാം, അവിടെ നീ സുരക്ഷിതനായിരിക്കും എന്ന് നമ്മുടെ ഓഫീസർ നമ്മുടെ സ്പിൽമാനോട് പറയുകയാണ്. ഐ ഷുക്ക് മൈ ഹെഡ്, ഐ കാൻ ലീവ് ദിസ് പ്ലേസ്. അപ്പോൾ സ്പിൽമാൻ നോ എന്നുള്ള രീതിയിൽ തല ആട്ടി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് വരാനായിട്ട് കഴിയില്ല. ഐ സെഡ് ഫേംലി. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ഞാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ
തടർന്ന് തരിപ്പണമായിട്ടിടറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ ഒരു തരത്തിലും നമ്മുടെ സ്പിൽമാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഓഫീസർ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. യു ആർ ജൂയിഷ്? ഹി സെഡ് യെസ്. നീ ഒരു ജൂതനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം നമ്മുടെ സ്പിൽമാൻ പറഞ്ഞു യെസ്, ഞാനൊരു ജൂതനാണ്. യെസ്, വെൽ, ഹി മർമൈഡ്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൻ ലീവ്. വേർ ആർ യു ഹൈഡിങ്? ഇൻ ദാറ്റ് ഇറ്റ്. ഓ, അങ്ങനെയാണ് എങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പം നീ ശരിക്കും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഇദ്ദേഹം ചോദിച്ചു. മറുപടിയായി സ്പിൽമാൻ പറഞ്ഞു ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മച്ചിൻ മുടള് അല്ലെങ്കിൽ തട്ടിൻ മുടലിനെയൊക്കെയാണ് ആറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം ആറ്റിക്കിലാണ് അല്ലെങ്കിൽ തട്ടും മുടളിലാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഓഫീസറിനോട് ഇദ്ദേഹം പറയുകയാണ്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്റ്റർബഡ് സംതിങ് ഐ ഹാഡ് നോട്ട് എറ്റ് നോട്ടീസ്ഡ്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബവ് ദ എൻട്രൻസ് ടു ദ അറ്റിക്. അപ്പം നമ്മുടെ ഈ ഓഫീസർ പോയിട്ട് ആ മച്ചെല്ലാം ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്തു, അവിടെയൊക്കെ ഒന്ന് നോക്കി, അവിടെയൊക്കെ എന്താണ് എന്നൊന്ന് പരതി നോക്കി. എന്നിട്ട് ഈ ഓഫീസർ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ഈ മച്ചിലേക്ക് പോകുന്ന ആ വഴിയിൽ അതിൽ തൊട്ടുമുകളിലായിട്ട്, ആ എൻട്രൻസിൻ്റെ തൊട്ടുമുകളിലായിട്ട് എന്താണ്, ഒരു ലോഫ്റ്റ് ഉണ്ട്. അത് ഇതുവരെ നമ്മുടെ സ്പിൽമാൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ഓഫീസർ ഇത് കണ്ടുപിടിച്ചു. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻമുട്ടുകൾ തന്നെയാണ്, പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഒക്കെയുള്ള, നമുക്കൊന്ന് താമസിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ബെഡൊക്കെ ഉള്ള അല്ലെങ്കിൽ കിടക്കാനൊക്കെ സൗകര്യമുള്ള ഒരു സ്പേസ് ആണ് ഈ ലോഫ്റ്റ് എന്ന് പറയുന്നത്. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. എന്നിട്ട് ആ ഓഫീസർ പറയാണ്, എനിക്ക് തോന്നുന്നു നീ ഈ ലോഫ്റ്റിൽ ഒളിച്ചോ, അതാണ് മോർ കംഫോർട്ടബിളും മോർ സേഫും എന്ന് നമ്മുടെ ഓഫീസറിന് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നീ ഇനി മുതൽ ഈ ലോഫ്റ്റിൽ ഒളിച്ചോളാൻ പറയുകയാണ്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. എന്നിട്ട് നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്, നിനക്കിവിടെ എന്തെങ്കിലും കഴിക്കാനായിട്ടുണ്ടോ, എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ഇവിടെ നിനക്ക് ഭക്ഷ്യയോഗ്യമായ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോ, ഐ സെഡ്. ഇല്ല, എനിക്കിവിടെ ഒന്നും ഇല്ല എന്നുള്ള മറുപടി സ്പിൽമാൻ പറഞ്ഞു. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹേസ്റ്റ്ലി, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അത് കുഴപ്പമില്ല, നെവർ മൈൻഡ്, ഞാൻ നിനക്ക് കുറച്ച് ഫുഡ് കൊണ്ടുതരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ? ആ സമയത്ത് മാത്രമാണ് ഇദ്ദേഹം ഈ ഓഫീസറിനോടൊരു ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഓഫീസറിനോടൊരു ചോദ്യം ചോദിക്കുന്നത്. ആർ യു ജർമ്മൻ? താങ്കൾ ശരിക്കും ജർമ്മൻ തന്നെയാണോ, അല്ലെങ്കിൽ ജർമ്മൻകാരൻ തന്നെയാണോ? ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. ആ സമയത്ത് അദ്ദേഹം ഉത്തരം പറഞ്ഞു, പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം ആ ഉത്തരം പറഞ്ഞത്? ഷൗട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഉത്തരം പറഞ്ഞത്. ഒച്ചയെടുത്ത് വളരെ ദേഷ്യത്തിലാണ് ഓഫീസർ ഉത്തരം പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. അതായത് ഞാനെന്തോ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വളരെ ഷൗട്ട് ചെയ്ത് വളരെ ദേഷ്യത്തോടെയാണ് മറുപടി പറഞ്ഞത്. യെസ്, ഐ ആം ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. ഓഫീസർ പറയാണ്, യെസ് ഐ ആം, ഞാൻ ഒരു ജർമ്മനാണ്, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം ഞാൻ അതിനെപ്പറ്റി അഷെയിംഡാണ്, ഞാൻ വളരെ നാണം കെട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങൾ, ഈ യുദ്ധം, ഇതെല്ലാം കാണുമ്പോൾ ഞാനൊരു ജർമ്മനാണെന്ന് ഞാൻ പറയുന്നത് വളരെ അഷെയിംഡായിട്ടാണ്, അല്ലെങ്കിൽ വളരെ നാണക്കേടോടുകൂടിയാണ് ഞാനത് പറയുന്നത്. അബ്രപ്റ്റ്ലി ഹി ഷുഡ് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. വളരെ പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ സ്പിൽമാൻ്റെ കൈ പിടിച്ചൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി, ലെഫ്റ്റ് ചെയ്തു. 3 days passed before he reappeared. It was evening and pitch dark when I heard a whisper under my loft. 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വന്നു. അദ്ദേഹം ഒരു ഈവനിങ് സമയത്താണ് വന്നത്. അതുപോലെ തന്നെ ഒട്ടും വെളിച്ചമില്ലാത്ത ഒരു സമയത്ത്, വളരെ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം വന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ലോഫ്റ്റിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒന്ന് പിറുപിറുക്കുന്നതായിട്ടുള്ള ഒച്ച ഇദ്ദേഹം കേട്ടുകയാണ്. കാരണം ഓൾറെഡി ഇദ്ദേഹം പറഞ്ഞിരുന്നു, നീ ലോഫ്റ്റിൽ കയറി ഒളിച്ചിരുന്നോളാൻ പറഞ്ഞിരുന്നു. ഇപ്പം സ്പിൽമാൻ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നിന്ന് കുറച്ച് എന്തോ ഒന്ന് പിറുപിറുക്കുന്ന ഒരു ഒച്ച ഇദ്ദേഹം കേട്ടുകയാണ്. ഹലോ, ആർ യു ദെയർ? യെസ്, ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. അപ്പം ഓഫീസർ ചോദിക്കുകയാണ്, ഹലോ, ആർ യു ദെയർ? ഹലോ, നീ അവിടെ ഉണ്ടോ? പറയാണ്, യെസ്, ഞാനിവിടെ ഉണ്ട്. സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് and something soft, which later turned out to be jam,
wrapped in grease-proof paper. അപ്പം എന്തോ ഒന്ന് വീണു, അത് പേപ്പറിൽ കവർ ചെയ്ത് പൊതിഞ്ഞിട്ടുള്ള എന്തോ ആണ് വന്ന് വീണത്. അപ്പോൾ അദ്ദേഹം കൈയോടിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ അകത്ത്, ഈ പേപ്പറിൽ പൊതിഞ്ഞ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നതിൻ്റെ അകത്ത് എന്താണുള്ളത്, കുറച്ച് ബ്രെഡുകളുണ്ട്, അതുപോലെ തന്നെ എന്തോ സംതിങ് സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ കൂടെ ഉണ്ട്. ഇപ്പം ബ്രെഡും ഉണ്ട്, പിന്നെ എന്തോ സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ ഉണ്ട്. പക്ഷേ അത് എന്താണെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അത് ജാമാണ്. ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ റാപ്പ് ചെയ്ത പൊതിഞ്ഞ ജാമും അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. I quickly put the package to one side and called, wait a moment. ഞാൻ പെട്ടെന്ന് ആ പാക്കേജ് ഒരു സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, wait a moment, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ. The voice in the dark sounded impatient. പക്ഷെ എന്താണ്, ആ ഇരുട്ടിൽ, ആ ഡാർക്കിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തിന് ഒട്ടും ഒരു പേഷ്യൻസ് ഇല്ല, ഒരു ക്ഷമയില്ലാത്ത പോലെയാണ് തോന്നുന്നത്. ആ ഓഫീസർ ഒട്ടും ക്ഷമയില്ലാതെയാണ് സംസാരിക്കുന്നത്. വളരെ ഹറി ആയിട്ടും വളരെ ഇംപേഷ്യൻ്റ് ആയിട്ടുമാണ് ഓഫീസർ ആ ഡാർക്ക്നെസ്സിൽ നിന്ന് സംസാരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്, ഹറി അപ്പ്, ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ ആൻഡ് ഐ മസ്റ്റ് നോട്ട് സ്റ്റേ അലോൺ. ഒട്ടും ക്ഷമയില്ലാതെ അദ്ദേഹം ചോദിച്ചു, എന്താണ്, ഹറി അപ്പ്, പെട്ടെന്ന് പറയൂ, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് ഗാർഡ്സ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒത്തിരി സമയം ചെലവഴിക്കാനോ നിൽക്കാനോ പറ്റില്ല. ജസ്റ്റ് ഹാൻഡ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. നീ കുറച്ച് ആഴ്ചകൾ കൂടി പിടിച്ചു നിൽക്കും, കാരണം സ്പ്രിംഗ് ആഴുമ്പോഴത്തേക്കും എന്തായാലും ഈ യുദ്ധം അവസാനിക്കും. The voice fell silent. I did not know if the officer was still there or if he had gone. But suddenly he spoke again. You must hang on. Do you hear? ആ ശബ്ദം പെട്ടെന്ന് സൈലന്റ് ആയി അങ്ങ് നിന്നു. അപ്പം അങ്ങനെ ശബ്ദം നിന്നു. അപ്പം ഈ ഓഫീസർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ അതോ പോയോ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ഓഫീസർ വീണ്ടും സംസാരിച്ചു. നീ ഇവിടെ പിടിച്ചു നിൽക്കണം, നീ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, നീ കേട്ടോ എന്ന് ഓഫീസർ വീണ്ടും ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, ഓൾമോസ്റ്റ് as if he were giving an order, convincing me of his unyielding belief that the war would end well for us. ഈ ഓഫീസറിന് വല്ലാത്തൊരു വിശ്വാസം, ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, അതായത് ഈ വാറ് ഉടനെ എൻഡ് ചെയ്യും എന്ന്. അത് പറഞ്ഞ് കൺവീൻസ് ചെയ്യാണ് നമ്മുടെ സ്പിൽമനെ കൂടെ. പക്ഷെ അത് പറയുന്നത് വളരെ ഹാർഷ് സൗണ്ടിൽ, ഒരു ഓർഡറിൻ രീതിയിലാണ് പറയുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബിലീഫ്, ആ ഒരു ധൈര്യമൊക്കെ നമ്മുടെ സ്പിൽമനോടും കൂടെ പടർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാർ അവസാനിക്കും, നീ അതുവരെ പിടിച്ചു നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. Only then did I hear the quiet sound of the attic door closing. അതിനുശേഷം ഞാൻ ആ ഡോർ അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. Monotonous, hopeless weeks passed by. I heard less and less artillery fire. ഒരു പ്രതീക്ഷകളുമില്ലാത്ത, ഒരു ഹോപ്പുമില്ലാത്ത ആഴ്ചകൾ കടന്നുപോയി. ആർട്ടിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരങ്കികൾ, യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന പീരങ്കികൾ, വലിയ തോക്കുകൾ, അതിൻ്റെയൊക്കെ ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. There were days when not a single shot brought the silence. ഒരു വെടിയുച്ച പോലും കേൾക്കാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ള ചില ദിവസങ്ങളിലൂടെ ഉണ്ടാകാറായിട്ട് തുടങ്ങി. അതായത് ചില ദിവസങ്ങളിൽ യാതൊരുവിധ ഒച്ചയോ വെടിവെട്ടുന്നതിൻ്റെ ശബ്ദമോ ഒന്നും കേൾക്കാനായിട്ടില്ല. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. ആദ്യം നമ്മുടെ സ്പിൽമൻ താമസിച്ചിരുന്ന എവിടെയായിരുന്നു? ആറ്റിക്കിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് സോൾജേഴ്സ് വരികയും വലിയ പാക്കേജസ് ഫുഡിൻ്റെ ആയിട്ട് കൊണ്ടുവയ്ക്കുകയും ഒക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഓഫീസർ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ലോഫ്റ്റിലാണ്. അതിനോണ്ട് ആരുടെയും കണ്ണിൽ ഇദ്ദേഹം പെട്ടില്ല. But my hiding place was well chosen. No one ever thought of searching the loft. പക്ഷെ ഞാൻ ഹൈഡ് ചെയ്തിരുന്ന ലോഫ്റ്റ് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായിരുന്നു. കാരണം ഒരിക്കലും ആരും ഈ ലോഫ്റ്റ് തിരഞ്ഞു വന്നിട്ടില്ല, അല്ലെങ്കിൽ ലോഫ്റ്റിൽ വന്ന് സെർച്ച് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അദ്ദേഹം ആ ലോഫ്റ്റിൽ ഓഫീസർ പറഞ്ഞത് കേട്ട് ഒളിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആറ്റിക്കിൽ എപ്പോഴും സോൾജിയേഴ്സ് വന്നു പോകുന്നുണ്ട്. സാധനങ്ങൾ കൊണ്ടുവയ്ക്കുകയും എടുക്കാനും ഒക്കെയായിട്ട് സോൾജിയേഴ്സ് എപ്പോഴും ആറ്റിക്കിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ ആരും ആ ലോഫ്റ്റിലേക്ക് തിരഞ്ഞു പോകുന്നില്ല. On 12th December, the officer came for the last time. അങ്ങനെ ഡിസംബർ 12-ാം തീയതി ആ ഓഫീസർ അവസാനമായിട്ട് ഒന്നുകൂടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. He brought me a large supply of bread than before and a warm eiderdown.
അപ്പം ഈ ഓഫീസർ ഇത്തവണ വന്നപ്പോൾ കുറച്ചധികം ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ്, കുറച്ചധികം ബ്രെഡ് കൊണ്ടുവന്നു. മുൻപ് അദ്ദേഹം കൊടുത്ത ബ്രെഡിനേക്കാളും കുറച്ചും കൂടെ ലാർജ് ക്വാണ്ടിറ്റി, കുറച്ചും കൂടെ കൂടുതൽ ബ്രെഡ് ഇത്തവണ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു വാം ഐഡ് ഡൗണും കൊടുത്തു. ഐഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള, പക്ഷേ എന്താണ്, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്വിൽറ്റൊക്കെ ഇല്ലേ, പുതപ്പെട്ട പോലത്തെ അങ്ങനത്തെ ഒരു സാധനം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്വിൽറ്റിൻ്റെ കൂടെ, വാം ക്വിൽറ്റിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് കൊടുത്തു. അതെന്ന് പറയുന്നത് ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി, പുതയ്ക്കുന്നതിന് വേണ്ടിയാണ്. He told me he was leaving Warsaw, his detachment, and I must on no account lose heart. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ വാർസോയിൽ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഈ വാർസോയിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. വാർസോ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിനെയാണ് പറയുന്നത്, ആ ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. നീ എന്താണ്, നിന്റെ കറേജ് വിടരുത്, നീ നിന്റെ ധൈര്യം ഒരിക്കലും എന്താണ് കൈവിട്ട് കളയരുത് എന്നുകൂടി ഈ ഓഫീസർ ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ്, ഞാൻ പോവുകയാണ്, അതായത് ഈ ഓഫീസർ പോവുകയാണ്, പക്ഷേ നീ എന്താണ്, നീ വളരെ കറേജിയസ് ആയിട്ട് നല്ല ധൈര്യത്തോടു കൂടി ഇരിക്കണം, വാറൊക്കെ അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും എല്ലാം നൽകുകയാണ് നമ്മുടെ ഓഫീസർ. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. അപ്പം നമ്മുടെ സ്പിൽമാൻ ചോദിക്കുകയാണ്, വളരെ ആൻഷ്യസ് ആയിട്ട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രീറ്റിൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ നിന്ന് സർവൈവ് ചെയ്യുക എന്ന് വളരെ ആൻഷ്യസ് ആയിട്ട് നമ്മുടെ സ്പിൽമാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years, ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലീവ്. അപ്പം നമ്മുടെ ഓഫീസർ പറയാണ്, ഞാനും നീയൊക്കെ ഈ നരകത്തിൽ 5 വർഷം സർവൈവ് ചെയ്തു എങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വില്ലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്, എന്താ നമ്മൾ ജീവിക്കണമെന്നുള്ളത്. വി ഹാഡ് ഓൾറെഡി സെഡ് ഗുഡ് ബൈ and he was about to go when an idea come to me at the last moment. അങ്ങനെ അവർ രണ്ടുപേരും അവസാനം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അദ്ദേഹം പതിയെ പോവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ അവസാന നിമിഷം ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഐഡിയ കടന്നു വന്നു. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻ ഫോർ സം വേ ടു ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ സ്പിൽമാൻ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഓഫീസർ തനിക്ക് വേണ്ടി എന്തൊക്കെ ഹെൽപ്പുകളാണ് ചെയ്യുന്നത്, അപ്പം തിരിച്ച് ഇദ്ദേഹത്തിനോട് എങ്ങനെയാണ് ഒരു നന്ദി സൂചിപ്പിക്കാനായിട്ട് പറ്റുക എന്ന് ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് ഈ നന്ദി, ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്ന് എന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്ന അവസാനം ഇദ്ദേഹത്തിന് എന്താണ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. അപ്പം സ്പിൽമാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാണ്, ലിസൺ, കേൾക്കൂ, I never told you my name. You did not ask me. But I want you to remember it. Who knows what may happen. സ്പിൽമാൻ പറയാണ്, ഞാൻ ഇതുവരെ എൻ്റെ പേരെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. പക്ഷേ എന്താണ്, എൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്, ആർക്ക് എപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്പിൽമാൻ പറയുകയാണ്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. ഇഫ് ഐ സർവൈവ്, ഐ വിൽ സർട്ടൺലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ എഗെയിൻ. നിങ്ങളിനി തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒത്തിരി ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ഞാനപ്പം ഇതിനെ ഏറ്റവും സർവൈവ് ചെയ്യുകയാണെങ്കിൽ, ഈ വാറിനെ ഏറ്റവും ഓവർകം ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ. വാറിന് മുമ്പ് ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആ പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്യുന്നതിനായിട്ട് പോകും. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, ദെൻ ഇൻ എനി വേ റിമെമ്പർ മൈ നെയിം, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. ഇനി ഭാവിയിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എനിക്ക് ആ സമയത്ത് നിന്നെ സഹായിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എൻ്റെ പേര് നീ ഓർത്തു വെക്കണം, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. He smiled, his usual smile, half shy and embraced. But I felt I had given him pleasure with my naive wish to help him. അദ്ദേഹം യൂഷ്വലായിട്ട് ചിരിക്കുന്ന രീതിയിൽ വളരെ ഷൈ ആയിട്ടൊന്ന് ചെറുതായിട്ട് ചിരിച്ചു. പക്ഷെ എനിക്ക് തോന്നുകയാണ് ഞാൻ അദ്ദേഹത്തിന് എന്തോ ഒരു പ്ലഷർ, എന്തോ ഒരു സന്തോഷം തിരിച്ചു കൊടുത്തു എന്ന് എനിക്ക് തോന്നുകയാണ്. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്ലഷർ നൽകാൻ സാധിച്ചു, ഒരു സന്തോഷം നൽകാനായിട്ട്, ആ പറഞ്ഞതിലൂടെ ഒരു പ്ലഷർ നൽകാനായിട്ട് സാധിച്ചു എന്ന് ഇദ്ദേഹം കരുതുകയാണ്.
The first hard frost came in the middle of December. Christmas come, and then the New Year, 1945. The sixth Christmas and New Year celebration of the war. And the worst I had known. അങ്ങനെ ഡിസംബറിൻ്റെ പകുതിയായപ്പോഴത്തേക്കും മഞ്ഞൊക്കെ മൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്രിസ്മസ് വന്നു, അതിനുശേഷം ന്യൂ ഇയർ വന്നു. അപ്പം ഇത് 6ാമത്തെ ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറുമാണ്. അപ്പം വർഷങ്ങളായി എന്ത് ഈ യുദ്ധം തുടങ്ങിയിട്ട്. I lay in the dark listening to the stormy wind. I heard the squeaking and rustling of rats and mice running back and forth in the attic. ഞാനപ്പം അങ്ങനെ ലേ ഡൗൺ ചെയ്ത് കിടക്കുകയാണ്. അതേ സമയത്ത് തന്നെ കാറ്റിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ എന്താ ഈ ആറ്റിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ടലടല ഒച്ച വെച്ച് നടക്കുന്ന റാറ്റിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടുകൊണ്ട് ഇദ്ദേഹം അവിടെ കിടക്കുകയാണ്. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. അങ്ങനെ എൻ്റെ മനസ്സിലൂടെ ഈ വാറിന് മുൻപും അതിന് ശേഷവുമുള്ള ക്രിസ്മസ് കാലഘട്ടത്തെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പേരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു, എനിക്ക് പേരൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ ബട്ട് വി വെയർ ടുഗദർ. പിന്നീട് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു. പക്ഷേ എന്തായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പിന്നീട് എന്ത് സംഭവിച്ചു, ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ എൻ്റെ സറൗണ്ടിങ്ങിൽ, എൻ്റെ ചുറ്റുപാടും മറ്റൊരു മനുഷ്യർ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, മറ്റൊരുപാട് ആളുകൾ തൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ പോലും തനിക്ക് തൻ്റെ കുടുംബത്തെ നഷ്ടമായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഐ സപ്പോസ്ഡ് that anyone else in the world, I had to be alone, entirely alone, if I wanted to live. പക്ഷേ ഇപ്പോൾ എൻ്റെ ചുറ്റിനും ആളുകളുമില്ല. ഞാൻ വളരെയധികം ലോൺലിനെസ്സിൽ അല്ലെങ്കിൽ ഏകാന്തതയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്കിനി ഭാവിയിലേക്ക് ജീവിക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ലോൺലി ആയിട്ട് ഒറ്റയ്ക്ക് നിന്നേ പറ്റൂ. കാരണം എന്താണ്, ഇദ്ദേഹം ഒരു ജൂ ആണ്, അല്ലെങ്കിൽ ഒരു ജൂതനാണ്. അതിനോട് തന്നെ ജർമ്മൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ എന്തായാലും കൊലപ്പെടുത്തും. അതിനോട് ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഓൺ 14th January, unusual noises in the building and the street outside woke me. അങ്ങനെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ജനുവരി 14 ആയപ്പോഴത്തേക്കും കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള ശബ്ദങ്ങളും നോയ്സസും ഒക്കെ കേട്ടുവാണ് ബിൽഡിങ്ങിൽ നിന്നും ഔട്ട്സൈഡ് സ്ട്രീറ്റിൽ നിന്നും. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇദ്ദേഹം എഴുന്നേറ്റു. Soldiers ran up and down the stairs and I heard agitated, nervous voices. അപ്പോൾ കുറേ സോൾജിയേഴ്സ് സ്റ്റെയറിലൂടെ മുകളിലേക്കും താഴത്തേക്കൊക്കെ വളരെ പരിഭ്രമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നെർവസ് ആയിട്ട് ഓടുന്നതിൻ്റെ ഒച്ച ഇദ്ദേഹം കേൾക്കുകയാണ്. Early in the morning of 15th January, the sound of artilleries from the previous silent front was heard. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പം വെടിവെട്ടുന്നതിൻ്റെ ഒച്ചയും ശബ്ദമൊക്കെ വളരെ കുറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു, ജാനുവരി 15 വീണ്ടും ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി. ദി ഗ്രൗണ്ട് ആൻഡ് ദി വാൾസ് ഓഫ് ദി ബിൽഡിംഗ് ഷുഡ് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടർ. അപ്പം വീണ്ടും ഈ വെടിവെച്ചുകളുടെ ശബ്ദമെല്ലാം കേട്ട് ഈ ശബ്ദത്തിൻ്റെ ആട്ടം കാരണം എന്താണ്, അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം കുലുങ്ങി. 3 hours later, the heavy artillery fires died down again. But I was as nervous as ever. I did not sleep at all that night. The street fighting would begin at any moment and I could be killed. അങ്ങനെ ഒരു 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ആ തോട്ടുകളെല്ലാം സൈലൻ്റ് ആയാലും ശബ്ദങ്ങളൊന്നും കേൾക്കാനായിട്ടില്ല. പക്ഷെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ലെങ്കിൽ പോലും ഞാൻ ആ സമയത്ത് വളരെയധികം ഭയത്തിലായിരുന്നു. എനിക്ക് അന്ന് രാത്രി ഉറങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഈ ഫൈറ്റ് വീണ്ടും തുടരാം, അതുപോലെ തന്നെ ഞാൻ ഏത് സമയം വേണമെങ്കിലും കൊല്ലപ്പെടാം. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. പക്ഷേ എന്താണ്, ആ രാത്രി വളരെ സമാധാനമായിട്ട് തന്നെ കടന്നുപോയി. അറൗണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. അന്ന് രാത്രി 1 മണി ആയപ്പോഴത്തേക്കും ഞാൻ കേട്ടു അവിടെ ബാക്കിയുണ്ടായിരുന്ന ജർമ്മൻകാരെല്ലാം ആ ബിൽഡിങ്ങിൽ നിന്ന് ലീവ് ചെയ്ത് പോവുകയാണ്, ആ ബിൽഡിംഗ് ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണെന്ന് ഇദ്ദേഹം കേട്ടു. സൈലൻസ് ഫെൽ. വീണ്ടും അവിടെ നിശബ്ദമായി. I could not even hear the steps of the guards outside the building.
അങ്ങനെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്ന് പോലും ഈ ഗാർഡുകളുടെ ഒച്ച കേൾക്കാതെയായി. നോട്ട് അണ്ടിൽ ദി early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ ആ ഒരു നിശബ്ദതേനെയൊക്കെ ബ്രോട്ട് ചെയ്തുകൊണ്ട് മുറിച്ചുകൊണ്ട് വലിയ ഒച്ചയിൽ മുഴങ്ങുന്ന രീതിയിൽ ഒരു ശബ്ദം കേട്ടു. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഇൻ പോളിഷ് ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദി ലിബറേഷൻ ഓഫ് വാർസോ. അടുത്ത് ഇവിടെ എവിടെയൊക്കെയോ ആയിട്ട് റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ പോളിഷ് ലാംഗ്വേജിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ആ അനൗൺസ്മെന്റ് എന്തായിരുന്നു? അങ്ങനെ ജർമ്മനി തോറ്റിരിക്കുകയാണ്. ഈ വാർസോ എന്ന് പറയുന്ന സ്ഥലം എന്താണ്? സ്വതന്ത്രമായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ ഇദ്ദേഹം കേൾക്കുന്നത്. ദ ജർമൻസ് ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. അങ്ങനെ ഒരു ഫൈറ്റ് ഇല്ലാതെ തന്നെ ജർമ്മനി എന്താണ്? തിരിച്ച് പോയിരിക്കുകയാണ്. വിഡ്രോ ചെയ്ത് അവർ തിരിച്ചു പോയിരിക്കുകയാണ്. As soon as I began to get light, I prepared feverishly for my first venture out. അങ്ങനെ വെളിച്ചം വരാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അങ്ങനെ വെളിച്ചം വന്നപ്പോഴത്തേക്കും അദ്ദേഹം ചെറിയൊരു പരിഭ്രാന്തതയോട് കൂടി പുറത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങി. My officer had left me a German military overcoat to keep me from freezing. അങ്ങനെ ഡിസംബർ സമയത്ത് വളരെയധികം തണുപ്പായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജർമ്മൻ ഓഫീസർ തിരിച്ചു പോരാറായ സമയത്ത് ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മുടെ സ്പിൽമാന് ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് നൽകിയിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ suddenly heard the rhythmic footsteps of guards out in the road again. Had the Soviet and Polish troops withdraw then? പുറത്തപ്പോൾ ഈ ഗാർഡുകളുടെ ഫുഡ് സ്റ്റെപ്സ് ആണോ കേൾക്കുന്നത് എന്ന് അദ്ദേഹത്തിനൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സോൾജിയറിന്റെ കോട്ട് ഇദ്ദേഹം എടുത്തിട്ടു. ഇപ്പോഴും നാസികൾ തന്നെയാണോ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്? ജർമ്മൻ ഇതുവരെ ഇവിടെ നിന്ന് പോയിട്ടില്ലയോ എന്നുള്ള സംശയമൊക്കെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നി. പോളണ്ട് ഫ്രീ ആയോ ഇല്ലയോ അങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി. ഐ സാങ് ഓൺ മൈ മാട്രസ് utterly dejected and lay there until something new come to my ears. അദ്ദേഹം കുറച്ചു നേരം മാട്രസിലേക്ക് കിടന്നു. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ മാട്രസിൽ കിടന്നു. വോയിസസ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒച്ച കേൾക്കാനായിട്ട് തുടങ്ങിയത്. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പുറത്ത് എന്താണ് നടക്കുന്നത് എന്നറിയണമെന്ന് തോന്നി. കൂടുതലും ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു ഹോപ്പിനെ തന്നെയാണ് കാണിക്കുന്നത്. ഐ റൺ ഡൗൺ സ്റ്റെയർസ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അദ്ദേഹം പെട്ടെന്ന് ഓടി താഴെ ഇറങ്ങി ഡൗൺ സ്റ്റെയറിലെത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല ഫ്രണ്ട് ഡോറിലൂടെ പുറത്തേക്കിട്ടിട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിസ്റ്റി ആയിട്ടുള്ള മഞ്ഞ് നിറഞ്ഞൊരു ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ദൂരെ, എന്നാൽ അധികം ദൂരെയല്ല, ഒരു വുമൺ സോൾജിയർ നിൽപ്പുണ്ടായിരുന്നു. യൂണിഫോം ഇട്ട ഒരു വുമൺ സോൾജിയർ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വുമൺ സോൾജിയറിനെ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം വളരെ മിസ്റ്റി ആണല്ലോ, വളരെ മഞ്ഞൊക്കെ മൂടി നിറഞ്ഞതുകൊണ്ട് വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. എൻ്റെ റൈറ്റ് ഭാഗത്ത് നിന്ന് പുറത്ത് എന്തൊക്കെയോ വെച്ച് കെട്ടിയ ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ നേരെ നടന്നു വരുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെൻചർഡ് ടു സ്പീക്ക് ടു ഹർ. അങ്ങനെ ആ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ അതിനെ കുറച്ച് ധൈര്യമായിട്ട് സംഭരിച്ച് ആ സ്ത്രീയോട് സംസാരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ് ബട്ടണിങ് ഹെർ ഓവർ. ഞാനപ്പോൾ ഒരു ചെറിയ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു, ഹലോ, എക്സ്ക്യൂസ് മീ. എന്നിട്ട് പതിയെ ഇങ്ങനെ തല വെച്ച് നമ്മളിങ്ങനെ അടുത്തേക്ക് വരാനായിട്ട് കാണിക്കില്ല, അങ്ങനെ ഇദ്ദേഹം കാണിച്ചു. ഷീ സ്റ്റെയർഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമ്മൻ. അപ്പം എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് തുറിച്ചു നോക്കി. എന്നിട്ട് ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബണ്ടിൽ അവൾ തറയിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ ഭയങ്കര പരിഭ്രമത്തോടുകൂടി പേടിയോടുകൂടി ഭയപ്പെട്ട് ഒച്ചത്തിൽ ഇങ്ങനെ നിലവിളക്കാനായിട്ട് തുടങ്ങി. ജർമ്മൻ, ഒരു ജർമ്മൻകാരൻ അവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ഇമ്മീഡിയറ്റ്ലി ദ ഡാർട്ട് ടേൺഡ്, saw me, aimed and fired her machine
പിസ്റ്റൽ. നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടടുത്തൊരു ഗാർഡ്, ഒരു വുമൺ സോൾജർ നിപ്പുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു, ഇദ്ദേഹത്തിനെ കണ്ടു, എന്നിട്ട് ഇദ്ദേഹത്തിന് നേരെ ഉന്നം വെച്ചു വെടി ഉതിർക്കാനായിട്ട് തുടങ്ങി. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ ആൻഡ് വിതൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർ ആൻഡ് ടുക്ക് റെഫ്യൂജി ഇൻ ദ ആറ്റിക്. അപ്പോൾ ആ വെടിയെല്ലാം ഭിത്തിയെ വന്ന് തട്ടി. കൂടുതലൊന്നും ചിന്തിക്കാനായിട്ട് നിന്നില്ല, പെട്ടെന്ന് ഓടി സ്റ്റെയർ കയറി ആ ആറ്റിക്കിൽ പോയി ഇരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് ഇയാളെ കണ്ടപ്പോൾ ഈ പെണ്ണ് ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞത്? ഇദ്ദേഹം ഓൾറെഡി നമ്മുടെ ഓഫീസർ കൊടുത്തിരുന്ന ആ ജർമ്മൻ സോൾജറിൻ്റെ കോട്ട് ഇട്ടുകൊണ്ടാണ് നിന്നത്. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ടാണ് ഈ ജർമ്മൻകാരൻ ഇവിടെ നിന്ന് പോയില്ലയോ എന്ന് പേടിച്ചിട്ടാണ് ഈ സ്ത്രീയെ ജർമ്മൻ ജർമ്മൻ എന്ന് പറഞ്ഞ് കരഞ്ഞതും ഇദ്ദേഹത്തിൻ്റെ നേരെ ആ സോൾജിയർ വെടിവെക്കാനായിട്ട് തുടങ്ങിയതും. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഞാനപ്പോൾ എൻ്റെ അവിടെയുള്ള ആ ചെറിയ ലിറ്റിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം നിൽക്കുന്ന ആ ബിൽഡിങ് പട്ടാളം വളഞ്ഞു വന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഐ ഹേർഡ് സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിംഗ് ഹാൻഡ് ഗ്രനേഡ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ബിൽഡിങ് മൊത്തവും സോൾജിയേഴ്സ് ചുറ്റി അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്, അവരവിടെ വെടി ഉതിർക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഗ്രനേഡുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ അബ്സേർഡ് ആയിരുന്നു. കാരണം എന്താണ്, ജർമ്മൻകാരെല്ലാം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി, എന്നിട്ട് ആ ഫ്രീഡം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു പോളണ്ടുകാരനാണ് ഇദ്ദേഹം. എന്നിട്ട് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇപ്പം പോളണ്ടുകാർ തന്നെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. I was going to be shot by Polish soldiers in liberated Warsaw on the very edge of freedom. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പോളിഷ് സോൾജിയേഴ്സ് തന്നെ എന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ലിബറേറ്റഡ് ആയിട്ടുള്ള ഈ വാർസോയിൽ വെച്ച് തന്നെ എന്നെ പോളിഷ് സോൾജിയേഴ്സ് തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൊല്ലാനായിട്ട് പോവുകയാണ്. വാർസോ ഒന്ന് ഫ്രീ ആകുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത്രയും കാലം കാത്തിരുന്നത്. പക്ഷെ അവസാനം ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ തന്നെ പോളിഷ് സോൾജിയേഴ്സിനാൽ കൊല്ലപ്പെടാൻ പോവുകയാണ്. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെ ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന്. ഒരു ഒളിച്ചിരിക്കുന്ന ഒരു ജർമ്മൻകാരൻ എന്ന നിലയിൽ എന്നെ വെടിവെച്ച് ഇവർ നെക്സ്റ്റ് വേൾഡിലേക്ക് അയക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് എനിക്ക് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഞാനൊരു ജർമ്മൻകാരനല്ല, മറിച്ച് ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന് ഇദ്ദേഹം വണ്ടർ ചെയ്യുവാണ്. I began coming down the stair shouting as loud as I could. ഞാൻ എന്ത് ചെയ്തു? പതിയെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഉറക്കെ ഉച്ചയിൽ വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാനൊരു പോളിഷാണ്, ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങി. വെരി സൂൺ ഐ ഹെഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദി സ്റ്റെയർസ്. വെരി സൂൺ, വളരെ പെട്ടെന്ന് തന്നെ എന്താണ്, സ്റ്റെയർ വഴി ആരോ കയറി വരുന്നതിന്റെ ഫുട് സ്റ്റെപ്സ് ഇദ്ദേഹം കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് officer in Polish uniform with the eagle on his cap come into view. ആയിട്ടുള്ള ഒരു ഓഫീസർ, പോളിഷ് യൂണിഫോം ധരിച്ച ഒരു ആയിട്ടുള്ള ഓഫീസർ. അദ്ദേഹത്തിന്റെ തൊപ്പിയിലാണെങ്കിൽ ഒരു ഈഗിളൊക്കെ ഉണ്ട്. ആ ഓഫീസറിനെ ഇദ്ദേഹം കണ്ടു. He pointed a pistol at me and shouted hands up. അപ്പോൾ ഓഫീസർ ഇദ്ദേഹത്തിന്റെ നേരെ തോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു hands up, കൈ ഉയർത്താനായിട്ട് പറഞ്ഞു. I repeated my cry of Don't shoot, I am Polish. അപ്പോൾ അദ്ദേഹം വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാനൊരു പോളിഷുകാരൻ, ഒരു പോളണ്ടുകാരനാണ്. The lieutenant went red with fury. അപ്പോൾ ഈ ഓഫീസർ എങ്ങനെയാണ്? ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചുമന്നു. Then why in God's name don't you come down? He roared. ഈ ഓഫീസർ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നീ താഴത്തേക്ക് വരാതിരുന്നത് എന്ന് അലറിക്കൊണ്ട് ചോദിച്ചു. And what are you doing in the German court? നീ പിന്നെ ഈ ജർമ്മൻ കോട്ടും ധരിച്ച് ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് അലറിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. Only when the soldier had taken a closer look at me and reviewed the situation did they really believe I wasn't German. അങ്ങനെ അവസാനം ഈ സോൾജിയേഴ്സ് ഇദ്ദേഹത്തിനെ കൂടുതൽ നിരീക്ഷിച്ചു, ഇദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി
പരിശോധിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ജർമ്മൻ അല്ല, മറിച്ചൊരു പോളണ്ടുകാരൻ തന്നെയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. Then they decided to take me to their headquarters so that I could wash and have a meal. പിന്നെ അവർ തീരുമാനിച്ചു എന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാം. അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് ഒന്ന് വാഷ് ചെയ്തൊന്ന് ഫ്രഷ് ആവാം, ഇയാൾക്കൊന്ന് വൃത്തിയാകാം, കുളിക്കുകയൊക്കെ ചെയ്യാം, അതിനുശേഷം ഒരു ഭക്ഷണമൊക്കെ കൊടുക്കാം എന്നവർ തീരുമാനിച്ചു. After 2 weeks, well cared for by the military, 2 ആഴ്ചകൾക്ക് ശേഷം മിലിറ്ററി ഇയാളെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തു. അതിനുശേഷം I wandered through the streets of Warsaw without fear, a free man for the first time in almost 6 years. ഞാൻ ഈ സ്ട്രീറ്റിലൂടെ, ഈ വാർസോ സ്ട്രീറ്റിലൂടെ പേടിയൊന്നുമില്ലാതെ, ഫിയർ ഒന്നുമില്ലാതെ നടന്നു. ഒരു ഫ്രീ ആയിട്ടുള്ള മനുഷ്യനെ പോലെ, ഫ്രീഡം കിട്ടിയ, സ്വാതന്ത്ര്യം കിട്ടിയ ഫ്രീ ആയ ഒരു മനുഷ്യനെ പോലെ നടന്നു. ഈ 6 വർഷ കാലയളവിനുള്ളിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അദ്ദേഹം ഫ്രീ ആയിട്ട് തൻ്റെ വാർസോ എന്ന് പറയുന്ന സ്ഥലത്തോടെ, ആ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. Tomorrow I must begin a new life with nothing but death behind me. I went on my way. ഞാൻ എന്താണ്, സിറ്റിയുടെ നോർത്ത് ഭാഗത്തേക്ക് നോക്കി. ഗെറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ജ്യൂസ് താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് നോക്കി. അവിടെ 500,000 ജ്യൂസിനെ അവർ കൊന്നിരുന്നു. അവിടെ ഇപ്പം ബാക്കി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, അവിടെ ഒന്നും തന്നെ ബാക്കിയായിട്ടില്ല. നാളെ മുതൽ ഞാൻ എൻ്റെ പുതിയ ജീവിതം, ന്യൂ ലൈഫ് തുടങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ പിറകിലൊന്നുമില്ല, ആകെയുള്ളത് മരണം മാത്രമാണ്. ഞാൻ എൻ്റെ വഴിയെ നടന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി, കുടുംബം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പുതിയൊരു ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതോടെ നമ്മുടെ കഥ അവസാനിക്കുന്നു. നമ്മളപ്പോൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ പഠിച്ചത്. അതുപോലെ തന്നെ പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജർമ്മൻ സോൾജിയറിനെ പറ്റിയാണ്. വിൽ ഹോസൻഫീൽഡ്, the soldier who saved Władysław Szpilman, also saved many other individuals. He was captured by the Red Army towards the end of the war. He could not contact Szpilman and died in a Soviet prison in 1952. അപ്പം നമ്മുടെ ആ സോൾജിയർ ഉണ്ടല്ലോ, ആ ജർമ്മൻ സോൾജിയർ, അദ്ദേഹം നമ്മുടെ സ്പിൽമനെ മാത്രമായിരുന്നില്ല സേവ് ചെയ്തത്, മറിച്ച് ഒരുപാട് ആളുകളെ അദ്ദേഹം രക്ഷിച്ചിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വാറിൻ്റെ അവസാനമായപ്പോഴത്തേക്കും റെഡ് ആർമി ഇദ്ദേഹത്തിനെ പിടികൂടി. എന്നാൽ ഇദ്ദേഹത്തിന് സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ സോവിയറ്റ് പ്രിസണിൽ വെച്ച് 1952 ഇദ്ദേഹം മരണപ്പെട്ടു. അപ്പം ഒരുപാട് പേരെ രക്ഷിച്ച ഒരാളായിരുന്നു നമ്മുടെ ജർമ്മൻ സോൾജിയർ. പക്ഷെ അവസാനം അദ്ദേഹത്തിനെ റെഡ് ആർമി പിടിക്കുകയും സോവിയറ്റ് പ്രിസണിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത്തെ ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.